ഹലോ, ഇനി നമുക്ക് കുറച്ച് മാങ്ങയും മീനും കൂടി ഇട്ടൊരു കറി ഉണ്ടാക്കാം. തേങ്ങയൊക്കെ അരച്ച്. ഇതും അയിലയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു മീനാണ്. മൂന്ന് മീനാണ് ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ മീൻ നമ്മൾ വറുത്താറിനെ നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതും തോലൊക്കെ പൊളിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു. മാങ്ങ ഇട്ടാനുള്ള മീൻ കറി വെക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ വേണം. അങ്ങനെ മാങ്ങ കുറച്ച് അരിഞ്ഞെടുത്തു. ചെറുതായിട്ട് അരിഞ്ഞ മാങ്ങ നമ്മൾ നേരെ എടുത്ത് നമ്മുടെ മീനിൻ്റെ ഒപ്പം ചട്ടിയിലേക്ക് ഇട്ടു. ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കറി വെക്കണം. ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമ്മളിങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടു. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ കുരുകുരാന്ന് അരിഞ്ഞിട്ടു. പിന്നെ കുറച്ച് ഇഞ്ചിയും ഇങ്ങനെ കുരുകുരാന്ന് അരിഞ്ഞ അതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സവാളയാണ്. കുറച്ചല്ല, 2 സവാള. അങ്ങനെ ആ 2 സവാളയും നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തു. നേരത്തതായിട്ട് അരിഞ്ഞെടുത്തു. ഇച്ചിരി കട്ടിയുണ്ട്, കാരണം നമ്മളൊന്ന് തിരുമുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. നമുക്ക് അരിഞ്ഞൊരു സവാളയും കൂടി നമ്മുടെ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ചെറുള്ള നമുക്ക് പിന്നെ അരിയാനുള്ളതാണ്. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് മീൻ മസാല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മീൻ അല്ലെങ്കിൽ തന്നെ പൊടിഞ്ഞൊരു പരുവത്തിലാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ഇങ്ങനെ തിരുമണ സമയത്ത് മീൻ മാത്രം തിരുമരുത്. സവാളയും ബാക്കിയെല്ലാം കൂടി ഒന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വയ്ക്കുക. ഇനി നേരെ അടുപ്പത്തേക്ക് വയ്ക്കുക. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അരപ്പുണ്ടാക്കാം. തേങ്ങ ചിരണ്ടിയാലാണ് അതിൻ്റെ പ്രത്യേക സ്വാദ് കിട്ടുള്ളൂ. ഞാനത് ചിരണ്ടാനുള്ള മടിയും കൊണ്ടാണ് ഇങ്ങനെ കരുകുരുവെന്ന് വെട്ടിയെടുക്കുന്നത്. കുറേ നേരമാണെങ്കിൽ മിക്സിയിൽ ഇങ്ങനെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചാലാണ് നല്ലപോലെ അരിഞ്ഞ് കിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഏകദേശം വന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടാണ് അരിച്ചെടുത്തത്. അപ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നേരെ അരച്ച് വെച്ച അരപ്പ് നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകാണ്ട് നോക്കണം. പിന്നെ നമ്മൾ കുടംപുളി ഇടാൻ മറന്നിട്ടുണ്ടായി. കുടംപുളി ശരിക്കും ആവശ്യമില്ലായിരുന്നു, മാങ്ങ ഉള്ളതുകൊണ്ട്. എന്നാലും 2 ഇട്ട് കൊടുത്തു. കുറച്ചും കൂടി ഉപ്പ് വേണ്ടേന്ന് തോന്നി. അപ്പോൾ കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് ഇളക്കി വെച്ചു. പിന്നെ ചിക്കൻ കറിയുടെ ഒരു എല്ലിരുന്നതാണ്, അപ്പോൾ അതെടുത്ത് വെക്കാപ്പിക്ക് കൊടുത്തു. ചെറിയൊരു സ്നാക്ക് ടൈം. നമുക്ക് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ഇതൊക്കെ എടുത്ത് വെച്ച് നമ്മൾ മീൻ വറുത്ത പാത്രത്തിലേക്ക് എണ്ണ വെച്ച് കുറച്ച് കടുക് ഇട്ടിട്ട് നമ്മുടെ ഈ കുഞ്ഞുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചട്ടിക്ക് അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ട് ചെറുതായിട്ടൊന്ന് തീ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞു. മീൻ വറുത്ത് ഒരു എണ്ണ ആയതുകൊണ്ട് ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നമുക്ക് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതെടുത്ത് അതിലേക്ക് ഒഴിക്കാം. കേൾക്കുന്നില്ലേ നിങ്ങൾ ആ മനോഹരമായ ശബ്ദം? നമ്മുടെ മീൻകറി റെഡി ആയിട്ടിരിക്കുന്നു ഗൈസ്. അങ്ങനെ ചോറൊക്കെ എടുത്തു. കുറച്ച് നമ്മുടെ മീൻകറിയും പിന്നെ നമ്മുടെ ചിക്കൻ്റെ കറി കുറച്ച് ഗ്രേവിയൊക്കെ ബാക്കി ഇരിക്കണ്ടേ, അപ്പോൾ അതും കുറച്ചെടുത്തു. പിന്നെ നമ്മുടെ മീൻ വറുത്തതും കൂടി എടുത്തു. വറുത്ത് നേരത്തെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ടിയ മുന്തിരി മുളക് കൊടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.